നിഖിലിന്റെ അധ്യാപകനിലേക്കും തന്നെ പോവുകയാണ്. നിഖിൽ ഇപ്പോൾ ക്ലാസ് മുറിയിലാണ് ഉള്ളത്. അധ്യാപകർ പറഞ്ഞു ഒരു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്, പഠിത്തം ഇതിനോടൊപ്പം കൊണ്ടുപോകണം, വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് അനിവാര്യമാണ്, അതുള്ളവൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുമുള്ളൂ. എങ്ങനെയാണ് പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പം പ്രാക്ടിക്കലായിരുന്നു, ഇപ്പൊ എളുപ്പമായിരുന്നു. ഇപ്പൊ തിയറിയാണ്. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ എക്സാം ചെയ്യിക്കും. എനിക്കത് 100% ഉറപ്പുണ്ട്. കാര്യം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എന്റെ മൈൻഡ് ഫ്രീ ആണ്. എനിക്ക് ആ പഴയ പോലത്തെ ഒരു ഭാരങ്ങളൊന്നും ഇപ്പൊ തലയിൽ അത്രയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഉള്ള പരീക്ഷകൾ 2 പരീക്ഷകൾ വരുന്നുണ്ട് ഫെബ്രുവരിയിൽ, മാർച്ച്. തീർച്ചയായിട്ടും ഈ 2 പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ പാസ്സാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതെ, ഒരു കാര്യം കൂടി, അന്ന് ഷെഫ് പിള്ള സാറൊക്കെ നിഖിലിനോട് സംസാരിച്ചിരുന്നു. ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണോ? ഷെഫ് ആവണം തന്നെയാണോ ആഗ്രഹം ഭാവിയിൽ? അതിലൊരു മാറ്റവും ഇല്ല അല്ലേ? അതെ അതെ, ഓക്കെ. നിഖിലിന്റെ അധ്യാപകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ, എന്താണ് ഓരോ അധ്യാപകരെ സംബന്ധിച്ചും ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാകും, ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് ഓരോ തരത്തിലുള്ള പ്രതീക്ഷകളായിരിക്കും ഓരോ അധ്യാപകനും പുലർത്തുന്നത്. നിഖിലിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇയാള് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നിരുന്നാലും നല്ല ഫ്ലൈയിങ് കളേഴ്സിൽ എത്താൻ പറ്റുന്ന ഒരു മനസാന്നിധ്യവും എല്ലാം ഉള്ളതാണ്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ ഫുൾ എ പ്ലസ് വാങ്ങുന്ന കുട്ടികൾ കാണും. അവരൊക്കെ മോശമല്ല പറയുന്നത്, പക്ഷെ യഥാർത്ഥ ലൈഫിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ ആ ലൈഫ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത് അതില് ഫുൾ മാർക്കാണ് നമ്മുടെ നിഖിലിനുള്ളത്. ക്ലാസ് റൂമിലെ ബുക്കിഷ് നോളജിനെക്കാളും ബിയോണ്ട് ദാറ്റ് ഹി നോസ് ഹൗ ടു ഫേസ് ദ റിയൽ സിറ്റുവേഷൻ, റിയൽ വേൾഡ് എന്നുള്ളതിൽ 100% മാർക്ക് നമുക്ക് നിഖിലിന് കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ അവൻ്റെതായിട്ടുള്ള ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു എന്താണെന്ന്. എനിക്ക് വേറൊരു രീതിയിലുള്ള, അതായത് ഒരു പ്രാസംഗികനായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിൽ ഒരു ലിറ്ററേച്ചർ ലെവലിലോട്ട് പോകുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷയായിരുന്നത്. പക്ഷെ അവന് പ്രത്യേകിച്ച് ഞാനിപ്പോ ആദ്യമായിട്ട് ന്യൂസ് 18 പറയുന്നത് എനിക്കൊരു ഷെഫ് ആവണമെന്നുള്ളത്. അത് അവന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു വളരെ ചിലപ്പോ കുറെ നാളുകൊണ്ട് താലോലിച്ചിട്ട ഒരു ആഗ്രഹമായിരിക്കും, ചെറിഷ് ചെയ്ത ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അത് തന്നെയാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ അവൻ അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും അവനെ തന്നെ തീരുമാനിക്കാം. ഷെഫായിട്ട് പോകണമെന്നുള്ള അവന്റെ ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അവൻ അങ്ങനെ തന്നെ പോട്ടെ. അതിലും നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഷെഫായിട്ട് നമുക്ക് ഭാവിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റട്ടെ എന്നുള്ളതാണ്. അതെ, അനിഖിൽ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്. ഒരു പാട്ട് ഞങ്ങൾക്കായിട്ട് പാടിത്തരാമോ? തീർച്ചയായിട്ടും പാടിത്തരാം. ഹൃദയമുരളി പലരും പ്രിയരെ മറന്നു മൃദുലേ ഹൃദയമുരളിരുതിവാ പലരും പ്രിയരെ മറന്നു മൃദുലേ മനസ്സു മറന്നു അകലെയാണ് സ്വരം ഒരു തേങ്ങലാണ് ഓ മൃദുലേ ഹൃദയമുരളി. താങ്ക് യു.
യെസ്, എന്തായാലും അന്ന് അശ്വതി പറഞ്ഞതുപോലെ തന്നെ നല്ല ചിരിയാണ്, ഒപ്പം നല്ല പാട്ടുമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നിഖിലിന്. ഞങ്ങളിലൂടെ നിഖിലിനെ നാടറിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, പഠിത്തത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, ലോകം അറിയുന്ന ഒരാളായി മോൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ ശ്രീ ഷിജി ദാസിനും. ഓക്കെ, താങ്ക് യു. ഒപ്പം 24 ന്യൂസ് റിപ്പോർട്ട് 24 എഡിറ്ററായിട്ടുള്ള ഗോപി കിഷൻ സാറിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും നിഖിലിനെ പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് മുൻപിലേക്ക്, നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാൻ എന്നും പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി ഇതോടുകൂടി ഞങ്ങൾ നൽകുകയാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും. ഒരിക്കൽ കൂടി ഒരിടവേള കൂടി.